നമസ്കാരം. സ്പോർട്ട് ലൈവിലേക്ക്. നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. മുന്നോക്ക വിഭാഗത്തിന് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് വളരെ നിർണായകമായ നീക്കം നടത്തിയിരിക്കുകയാണ് NDAയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക് 10% സംവരണം നൽകാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതിനായി നാളെ പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരും. സാധാരണ ബുധനാഴ്ച ചേരാറുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്ന് വിളിച്ചു ചേർത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിച്ചത്. അതും അപ്രതീക്ഷിതമായി. വാർഷിക വരുമാനം 8 ലക്ഷത്തിന് കീഴെ ഉള്ളവർക്കാണ് സംവരണത്തിനുള്ള യോഗ്യത ലഭിക്കുക. ഏറെക്കാലമായി RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നതാണ് സാമ്പത്തിക സംവരണം. 50%-ലധികം സംവരണം നൽകരുതെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് 10% കൂടി ഉയർത്തി 60% കേന്ദ്ര സർക്കാർ ഉന്നമിടുന്നതെന്നാണ് വാർത്തകൾ. ഇതിനാണ് കേന്ദ്ര സർക്കാർ നാളെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഹിന്ദു വിഭാഗത്തിലെ മുന്നോക്ക വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ നീക്കമെന്നാണ് സൂചനകൾ. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്കും സംവരണ യോഗ്യത വരുമ്പോൾ അത് വലിയ മാറ്റമുണ്ടാക്കും. 8 ലക്ഷത്തിന് താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് മാത്രമേ സംവരണം ലഭിക്കൂ എന്നത് തന്നെയാകും സർക്കാരിന്റെ പ്രധാന പ്രതിരോധം. 10% സംവരണം സർക്കാർ ജോലികളിൽ നൽകും. നിലവിൽ OBC, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണം നൽകുന്നുണ്ട്. സർക്കാർ ജോലികളിൽ 50%-ൽ കൂടുതൽ സംവരണം പാടില്ലെന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുണ്ട്. ഈ വിധി തിരുത്തി 60% സംവരണം കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ നാളെ തന്നെ സംവരണ ബില്ല് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന. രാജ്യത്തെ സവർണ സമുദായങ്ങൾ എല്ലാം തന്നെ സാമ്പത്തിക സംവരണത്തെ അംഗീകരിക്കും എന്ന് ഉറപ്പായതിനാൽ നിർണായക രാഷ്ട്രീയ സാമുദായിക പ്രതിസന്ധിയാകും രാഷ്ട്രീയ കക്ഷികൾക്ക് നേരിടേണ്ടി വരിക. OBC, ന്യൂനപക്ഷ, ദളിത് ആഭിമുഖ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ സംവരണ നീക്കത്തെ എതിർത്ത് മുന്നോട്ട് വരുമെന്ന ഉറപ്പാണ്. തീരുമാനത്തിനെതിരെ കോടതിയിൽ നിയമ പോരാട്ടങ്ങളും വരും ദിവസങ്ങളിൽ നടന്നേക്കാം. നിയമപരമായി ഈ തീരുമാനം നിലനിന്നില്ലെങ്കിലും രാഷ്ട്രീയമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും ഈ നീക്കം ഏറെ ഗുണം ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. മുന്നോക്ക വോട്ടുകൾ കയ്യിലാക്കാൻ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തീരുമാനം BJPയെ സഹായിക്കും. എന്തായാലും നോട്ട് നിരോധനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ നിർണായക രാഷ്ട്രീയ തീരുമാനത്തോടുള്ള പൊതുസമൂഹത്തിന്റെ പ്രതികരണം വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ രാജ്യം വളരെ ഗൗരവത്തോടെ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. മറ്റൊരു പ്രധാന വാർത്ത, ശബരിമല വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ BJP തീരുമാനിച്ചു എന്നുള്ളതാണ്. വിഷയം വീണ്ടും BJP ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു. കേരള സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് BJP MP നിഷികാന്ത് ദുബെ ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വേണമെന്നും ജാർഖണ്ഡിലെ ഖോഡ മണ്ഡലത്തിൽ നിന്നുള്ള MP ആയ ദുബെ ലോക്സഭയിൽ ആവശ്യപ്പെടുകയായിരുന്നു. CPM അക്രമം അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷൻ വേണം. സംസ്ഥാനത്ത് വ്യാപക അക്രമ സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. ക്രമസമാധാന നില തകർന്നുവെന്നും BJP MP ആരോപിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ CPM MPമാർ സഭയിൽ പ്രതിഷേധിച്ചു. പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു ഇടത് MPമാരുടെ പ്രതിഷേധം. ശബരിമല യുവതീ പ്രവേശനത്തെ തുടർന്ന് കേരളത്തിൽ ക്രമസമാധാനം തകർന്നെന്നാരോപിച്ച് പാർലമെന്റിൽ രാവിലെ തന്നെ MPമാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുൻപ് തന്നെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലാണ് 100ഓളം വരുന്ന BJP MPമാർ പ്രതിഷേധിച്ചത്. കേന്ദ്രമന്ത്രിമാരും പ്രതിഷേധത്തിന് എത്തിയത് വലിയ ശ്രദ്ധ നേടി. BJP രാജ്യസഭാ MP V മുരളീധരന്റെ വീടിന് നേരെ നടന്ന ആക്രമണം ചൂണ്ടിക്കാട്ടിയായിരുന്നു രാവിലത്തെ പ്രധാന പ്രതിഷേധങ്ങളെല്ലാം. ഏതായാലും ശക്തമായി തന്നെ BJP കേന്ദ്ര നേതാക്കൾ MPമാർ ഈ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം, കേരളത്തിൽ ക്രമസമാധാനം തകർന്നു എന്നീ മുദ്രാവാക്യങ്ങളുമായി MPമാർ അണിനിരക്കുകയായിരുന്നു. ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് ശബരിമല വിഷയത്തിൽ ഇടപെടുമെന്നാണ് നേരത്തെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. എന്ത് ഇടപെടലാണ് നടത്തുകയെന്ന ചോദ്യത്തിന് കേരളത്തോട് ക്രമസമാധാന നില സംബന്ധിച്ച റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും അത് കിട്ടിയ ശേഷം തീരുമാനമെടുക്കുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അക്രമം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകാൻ കേന്ദ്ര സർക്കാരിന് കഴിയും. ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് അത്തരമൊരു സന്ദേശം കേരളത്തിന് നൽകിയേക്കുമെന്നാണ് സൂചന. അതോടൊപ്പം മറ്റൊരു പ്രധാന വാർത്ത, ശബരിമല വിഷയത്തിൽ ഓർഡിനൻസ് കൊണ്ടുവരുന്ന കാര്യം സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ശേഷം തീരുമാനിക്കാമെന്നാണ് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് പ്രതികരിച്ചത്. മറ്റൊരു പ്രധാന കാര്യം, കേരളത്തിലും കർമ്മസമിതിയുടെ പ്രതിഷേധം തുടരുകയാണ്. പോലീസിലേക്ക് ഇനി അവസരം ഫോട്ടോഗ്രാഫേഴ്സിനാണെന്നും ആൽബം തയ്യാറാക്കലാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ജോലിയെന്നും രൂക്ഷ വിമർശനവുമായി ശബരിമല കർമ്മസമിതി നേതാവ് KP ശശികല ഇന്ന് വാർത്താ
വാർത്തകളിൽ നിറഞ്ഞു. പ്രവർത്തകരെ അകാരണമായി അറസ്റ്റ് ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുന്നുവെന്ന് ആരോപിച്ച് വടക്കേക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ശബരിമല കർമ്മസമിതി നടത്തിയ മാർച്ചിലാണ് ശശികല ടീച്ചർ ഇങ്ങനെ പ്രതികരിച്ചത്. എത്ര അറസ്റ്റ് നടത്തിയാലും ശബരിമല കർമ്മസമിതി സമരം തുടരും. സ്വന്തം മതം യൂണിഫോമിനുള്ളിൽ മതം കുത്തി നിറച്ചാൽ അത് അനുവദിക്കില്ല. കെട്ടുമെടുത്ത് മലയ്ക്ക് പോകുന്നവരെ തിരിച്ചുകൊണ്ടുവരുന്ന പോലീസ് പേക്കോലങ്ങളെ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് പോവുകയാണെന്ന് ശശികല ടീച്ചർ വിമർശനം ഉന്നയിച്ചു. ശബരിമലയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. നാമം ജപിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. ഈ നിലയിൽ തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് ശക്തമായ സമരം വരും ദിവസങ്ങളിൽ അയ്യപ്പ കർമ്മസമിതിയും നടത്തുമെന്നുള്ള സൂചനകളാണ് ശശികല ടീച്ചറിന്റെ വാക്കുകളിൽ നിറയുന്നത്. ഏതായാലും കേന്ദ്രത്തിൽ BJP ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. വരും മണിക്കൂറുകൾ കേരളത്തെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചും ഈ പ്രധാന വാർത്തകൾ കൊണ്ട് തന്നെ വളരെ നിർണായകമാണ്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം.